ജീവജലം 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 ജീവജലം. സങ്കീർത്തനം 65:4. ഞങ്ങൾ അങ്ങയുടെ ആലയത്തിലെ വിശുദ്ധ മന്ദിരത്തിലെ നന്മ കൊണ്ട് സംതൃപ്തരാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സെഹിയോൻ ധ്യാന കേന്ദ്രം ഒരുക്കുന്ന വചന ശുശ്രൂഷയിലേക്ക് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സേവർക്കാൻ വട്ടാരിച്ചന്റെ കൂട്ടായ്മയിൽ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ നമ്മൾ കേട്ട തിരുവചനം 65 സങ്കീർത്തനത്തിലെ 4-ാമത്തെ വചനമാണ്. വചനം പഠിപ്പിക്കുകയാണ്, ഞങ്ങൾ അങ്ങയുടെ ആലയത്തിലെ വിശുദ്ധ മന്ദിരത്തിലെ നന്മ കൊണ്ട് സംതൃപ്തരാകും. ഹല്ലേലൂയ. നമ്മളൊരു ദേവാലയത്തിൽ പോകുമ്പോൾ, ഒരു ധ്യാന കേന്ദ്രത്തിൽ പോകുമ്പോൾ, ഒരു തീർത്ഥാടന സ്ഥലത്ത് പോകുമ്പോൾ ആ ആലയത്തിൽ ദൈവം ചൊരിഞ്ഞിരിക്കുന്ന നന്മയുടെ ഓഹരി പറ്റി അവിടെ വരുന്നവർ സംതൃപ്തരാകും എന്നാണ് ആ വചനം നൽകുന്നതിന് ഉൾപ്പൊരുൾ. ഹല്ലേലൂയ. ഈ സെഹിയോൻ ധ്യാന കേന്ദ്രത്തിൽ, ഈ വിശുദ്ധ മന്ദിരത്തിൽ ഒരു ദൈവ പൈതൽ വന്നപ്പോൾ ആ ദൈവ പൈതലിനെ ദൈവം എങ്ങനെയാണ് സംതൃപ്തിയാക്കിയതെന്ന് നമുക്കൊന്ന് ശ്രവിക്കാം. എൻ്റെ പേര് ജീന. ഞാൻ കോയമ്പത്തൂർ രാമനാഥപുരം ഇടവകയിൽ നിന്ന് വരുന്നു. 8 മാസത്തോളമായി എൻ്റെ ശരീരമെല്ലാം ചൊറിയുകയും ശരീരം മൊത്തം തടിച്ച് വീർക്കുകയും ചെയ്യുമായിരുന്നു. 2-3 ഡോക്ടർമാരെ കണ്ട് മരുന്ന് കഴിക്കുമ്പോൾ ഒരു കുഴപ്പവുമില്ല. പക്ഷെ ഒരു ദിവസം മരുന്ന് കഴിച്ചില്ലെങ്കിൽ പിറ്റേ ദിവസം ചൊറിഞ്ഞ് ശരീരമാകെ തടിക്കും. എൻ്റെ വലത് കൈയുടെ ഉള്ളിൽ തൊലി പോയി വിണ്ട് കയറി രക്തം വരുമായിരുന്നു. എനിക്ക് തയ്യലാണ് ജോലി. ഇതുകൂടി ആയപ്പോൾ ജോലി ഒന്നും ചെയ്യാൻ സാധിക്കാതെ കുറേ നാളുകളായി ഇവിടെ സെഹിയോൻ ധ്യാന കേന്ദ്രത്തിൽ വന്ന് ധ്യാനം കൂടി പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ ഇരിക്കെ കുടുംബ കൂട്ടായ്മയിലെ 3-4 പേർ കൂടി മാർച്ച് 1-ാം തീയതി ഇവിടെ വരുമെന്നും പ്രാർത്ഥിക്കാമെന്നും അറിഞ്ഞ് ഞാൻ അവരുടെ കൂടെ പോന്നു. പക്ഷേ അന്ന് ധ്യാനമില്ല എന്ന് ഞങ്ങൾക്ക് അറിവില്ലായിരുന്നു. അപ്പോൾ വളരെ സങ്കടമായി. എന്നാലും അവിടെ കുരിശിൻ്റെ വഴി ചൊല്ലി പ്രാർത്ഥിക്കുന്ന സ്ഥലമുണ്ട്. ആ കുരിശിൻ്റെ വഴിയിൽ സംബന്ധിക്കുകയും കൗൺസിലിംഗ് നടത്തി പ്രാർത്ഥിക്കുകയും ചെയ്തു. അപ്പോഴെല്ലാം കൈ പൊട്ടി രക്തം വരുന്നുണ്ടായിരുന്നു. കഞ്ഞി പോലും കുടിക്കാൻ വളരെ കഷ്ടപ്പെട്ടു. കൗൺസിലിംഗ് നടത്തിയ സിസ്റ്റർ പറഞ്ഞു, ഈ അലർജി മാറും, വിശ്വസിക്കുക. അതുപോലെ തന്നെ പിറ്റേ ദിവസം കാലത്ത് എൻ്റെ കൈ കണ്ടപ്പോൾ എനിക്ക് തന്നെ വിശ്വസിക്കാൻ സാധിച്ചില്ല. രക്തത്തിന് ഒരംശമില്ലാതെ തൊലിയെല്ലാം മാറി പുതിയ തൊലിയായി മാറിയത് ഞാൻ കണ്ടു. ഇവിടെ വരുന്നതിൻ്റെ തലേ ദിവസം വരെ മുടങ്ങാതെ മരുന്ന് കഴിച്ചിരുന്ന ഞാൻ അന്ന് മുതൽ ഇന്ന് വരെ ഒരു മരുന്ന് പോലും കഴിച്ചിട്ടില്ല. ഹല്ലേലൂയ. സങ്കീർത്തനം 65:4. അങ്ങയുടെ ആലയത്തിലെ വിശുദ്ധ മന്ദിരത്തിലെ നന്മ കൊണ്ട് ഞാൻ സംതൃപ്തയാവും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു വചനം വരുന്ന ദൈവം ഒരുക്കുമ്പോൾ ദൈവം ചില കാര്യങ്ങൾ തന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ വിശപ്പും ദാഹം ശമിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഹൃദയം തുറന്ന് ഹല്ലേലൂയ, മനസ്സ് തുറന്ന് ഹല്ലേലൂയ. ഈ സമയത്ത് നമ്മളൊന്ന് എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ്. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ദൈവമേ, അവിടുത്തെ ആലയത്തിൽ നിന്ന് വചനം പുറപ്പെടുമ്പോൾ അത് രാജ്യങ്ങൾക്കും ദേശങ്ങൾക്കും അപ്പുറത്തേക്ക് എത്തുമ്പോൾ ദൈവമേ, ഞങ്ങളുടെ ഹൃദയം മേധസ്സം കൊണ്ട് എന്നതുപോലെ തൃപ്തി അടയുമെന്ന് സങ്കീർത്തനം പറഞ്ഞതുപോലെ സംഭവിക്കാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവ്, കാര്യങ്ങൾ ഉയരട്ടെ, ഹൃദയം തുറക്കട്ടെ, മനസ്സ് തുറക്കട്ടെ, അതിനെ തുറക്കട്ടെ. ഇപ്പോൾ ഈ സെഹിയോൻ കൂട്ടായ്മയോട് ചേർന്ന് നിങ്ങൾ ലോകത്തിൽ എവിടെ ഇരുന്നാണ് ഈ ശുശ്രൂഷ സംബന്ധിക്കുന്നതെങ്കിലും നിങ്ങൾ ഒറ്റയ്ക്കല്ല, കോടാനുകോടി ദൈവജനത്തോട് ചേർന്ന് ഈ ശുശ്രൂഷ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന ദൈവജനത്തോട് ചേർന്നാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്. കൂട്ടായ്മയിൽ പ്രാർത്ഥിക്കുകയാണ്. കാര്യങ്ങൾ ഉയർത്തി എല്ലാവരും ചേർന്ന് ഉറക്കാൻ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ആരാധന, 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 ആരാധന. ഹല 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 ഹല. ഓ പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, ദാസന്മാരുടെ ഹൃദയങ്ങളെ തുറക്കണമേ. അടഞ്ഞിരിക്കുന്ന ഹൃദയങ്ങളെല്ലാം തുറക്കണമേ കർത്താവേ. ദുഃഖം, സങ്കടം, വേദന, നിരാശ, ആകുലത, ടെൻഷൻ, ഭയം, എല്ലാ പീഡകളിലേക്കും പരിശുദ്ധാത്മാവെ വ്യാപരിക്കണമേ. വചനശക്തി മിന്നൽ പിണർ പോലെ ഇപ്പം ഹൃദയങ്ങളിലേക്ക് പ്രവഹിക്കട്ടെ. വചനശക്തി കൃപയുടെ അഭിഷേകമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും മാനസാന്തരങ്ങളും ബോധ്യങ്ങളും കൃപയായി ഇപ്പോൾ വർഷിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധന, ആരാധന.
ഓ കർത്താവേ, വചനം പ്രഘോഷിക്കുമ്പോൾ സ്വർഗം മുഴുവൻ താണിറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം മാംസം ധരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധന ആരാധന, അന്ധകാരങ്ങളെ പീഡനം വിട്ടൊഴിയട്ടെ എന്ന് കൽപ്പിക്കുന്നു. ആരാധന ആരാധന, യേശു ആരാധന, യേശുവെ ആരാധന, യേശുവെ ആരാധന, യേശുവെ ആരാധന. വചനത്തിൻ്റെ അമ്മയായ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം അവൻ നമ്മുടെ സമാധാനമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് നമുക്ക് ഉറക്കെ പറയാം. അവൻ നമ്മുടെ സമാധാനമാണ്. എഫേസസ് ലേഖനത്തിൽ 2-ാമത്തെ അധ്യായത്തിൻ്റെ 14-ാം തിരുലിഖിതം. അവൻ നമ്മുടെ സമാധാനമാണ്. ഇരു കൂട്ടരെയും അവൻ ഒന്നിപ്പിക്കുകയും ശത്രുതയുടെ മതിലുകൾ തകർക്കുകയും ചെയ്തു. അവൻ, അതായത് യേശുക്രിസ്തു നമ്മുടെ സമാധാനമാണ്. അവൻ ഇരു കൂട്ടരെയും ഒന്നിപ്പിക്കുകയും ശത്രുതയുടെ മതിലുകൾ തകർക്കുകയും ചെയ്തു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ദൈവജനത്തെയും ദൈവത്തെയും ഒന്നിപ്പിക്കുന്നതിന് തടസ്സമായിരുന്ന സാത്താന്റെ മതിലുകളെ യേശുക്രിസ്തു തകർത്തു. അതുകൊണ്ട് യേശുക്രിസ്തുവാണ് മനുഷ്യകുലത്തിൻ്റെ സമാധാനം. യേശുക്രിസ്തുവാണ് എൻ്റെയും നിങ്ങളുടെയും സമാധാനം എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എനിക്കും നിങ്ങൾക്കും ഇടയിൽ യേശുക്രിസ്തു ഉണ്ടെങ്കിൽ അവിടെ സമാധാനമുണ്ട്. ഭാര്യയ്ക്കും ഭർത്താവിനും ഇടയിൽ യേശുക്രിസ്തു ഉണ്ടെങ്കിൽ അവിടെ സമാധാനമുണ്ട്. മാതാപിതാക്കൾക്കും മക്കൾക്കും ഇടയിൽ യേശുക്രിസ്തു ഉണ്ടെങ്കിൽ അവിടെ സമാധാനമുണ്ട്. നീ ഏത് ജീവിതാനുസപ്പെട്ട വ്യക്തിയാണെങ്കിലും, നീ ഒരു കമ്മ്യൂണിറ്റി ജീവിക്കുന്ന വ്യക്തിയാണെങ്കിലും, നീ ഒരു സമൂഹത്തിൻ്റെ ഒരു മേൽനോട്ടം വഹിക്കുന്ന വ്യക്തിയാണെങ്കിലും, നീ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണെങ്കിലും, എന്തായാലും നിന്റെ ചുറ്റുപാട് ഒരുപാട് വ്യക്തികളുണ്ട്. ഹല്ലേലൂയ. ആ വ്യക്തികളിൽ നിങ്ങൾക്ക് ഇടയിൽ ഒരു സമാധാനത്തിൻ്റെ അന്തരീക്ഷം വേണമെങ്കിൽ യേശുക്രിസ്തു നമുക്കിടയിൽ വേണം. മെഷീനാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഗ്രീസ് ഇട്ട് കൊടുത്തില്ലെങ്കിൽ എന്ത് സംഭവിക്കണത്? കരകര ശബ്ദം വരും എന്ന് പറഞ്ഞത് പോലെ യേശുക്രിസ്തു ഇല്ലാത്തടത്തൊക്കെ കരകര ശബ്ദം ഉണ്ടാവും. യേശുക്രിസ്തു ഇല്ലാത്തടത്തൊക്കെ ഭിന്നതയുണ്ടാവും. യേശുക്രിസ്തു ഇല്ലാത്തടത്തൊക്കെ അനൈക്യം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ടല്ലേ ഒരു വിവാഹബന്ധം ആശീർവദിക്കുമ്പോൾ എന്താണ് തിരുസഭ പറഞ്ഞത്? അവിടെ ഭാര്യയും ഭർത്താവും ക്രിസ്തുവിലാണ് ഒന്നിക്കണത്. അവർക്ക് നടുവിൽ ക്രിസ്തു ഉണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ എന്നേക്കുമായ സമാധാനത്തിൻ്റെ അഭിഷേകം വ്യാപരിക്കണമെങ്കിൽ യേശുക്രിസ്തുവിന്റെ സാന്നിധ്യം, യേശുക്രിസ്തുവിന്റെ സമാധാനം നമ്മുടെ ഹൃദയത്തിൽ വരണം. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ 16-ാമത്തെ അധ്യായത്തിന്റെ 33-ാം തിരുലിഖിതത്തിൽ കർത്താവ് ഇങ്ങനെ പഠിപ്പിച്ചത്: നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തേണ്ടതിനാണ് ഞാൻ ഇത് നിങ്ങളോട് പറഞ്ഞത് എന്ന് പറഞ്ഞ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് മനുഷ്യൻ സമാധാനമില്ലാതെ പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചിലര് സമാധാനം കണ്ടെത്തുന്നത് മദ്യപാനത്തിലാണ് സമാധാനം കണ്ടെത്തുന്നത്. ചില സമാധാനം കണ്ടെത്തുന്നത് ചീട്ട് കളിക്കുന്നതിലാണ്. ചില സമാധാനം കണ്ടെത്തുന്നത് സിനിമ കാണുന്നതിലാണ്. ചില സമാധാനം കണ്ടെത്തുന്നത് കുറെ എന്തെങ്കിലും കാര്യങ്ങൾ കാട്ടിക്കൂട്ടുന്നതിനാണ്. ചില ആൾക്കാർ ഏതിലൊന്ന് മറക്കാൻ വേണ്ടി കുറെ നേരം കിടന്ന് ഉറങ്ങിയാണ് സമാധാനം കണ്ടെത്തുന്നത്. പ്രിയപ്പെട്ട ദൈവ പൈതലേ, ദൈവത്തിന് വചനം പഠിപ്പിക്കുകയാണ്, നീ അങ്ങും ഇങ്ങും അല്ല സമാധാനം കണ്ടെത്തേണ്ടത്, യേശുക്രിസ്തുവിൽ സമാധാനം കണ്ടെത്തണമെന്ന് യേശുക്രിസ്തു തന്നെ വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് സഹോദരങ്ങളെ. എന്ന് പറഞ്ഞാൽ ഇന്ന് പല ആൾക്കാർ പല തിന്മകളും സമാധാനം കണ്ടെത്തിയിട്ട് അതാണ് സമാധാനം, ഈ തിന്മകളാണ് സമാധാനം എന്നാണ് പറഞ്ഞു നടക്കുന്നത്. അതിനെക്കുറിച്ച് എന്നെ വളരെ തിരിച്ചു നൽകിയ തിരുവചനമാണ് ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ 14-ാമത്തെ അധ്യായത്തിന്റെ 22-ാം തിരുലിഖിതം. ദൈവത്തെക്കുറിച്ചുള്ള അറിവിൽ അവർക്ക് തെറ്റുപറ്റിയെന്ന് മാത്രമല്ല, സംഘർഷത്തിൽ ജീവിക്കുന്ന അവർ ആ വലിയ തിന്മകളെ സമാധാനമെന്ന് വിളിച്ചു. മദ്യപാനത്തിൽ സമാധാനം കണ്ടെടുത്തത് അതാണ് സമാധാനത്തിന് മാർഗമെന്ന് പറഞ്ഞ് ഓരോ തരത്തിലുള്ള ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം ചെന്ന് ചാടിയിട്ട് അതിനൊരു കുറച്ച് സംഗതി കണ്ടെത്തിയിട്ട് അതിനെ സമാധാനം എന്ന് വിളിച്ചു. തിന്മയെ സമാധാനം എന്ന് വിളിച്ചു. ആ സമാധാനം നിലനിൽക്കുന്ന സംഗതിയല്ല, അതല്ലാതാത്ത സമാധാനം എന്ന് പറഞ്ഞാൽ വഴിതെറ്റി ഭരിക്കുന്ന ഒരു കുട്ടിയാണെന്ന് വിചാരിക്കുക, കൂട്ടപ്പെട്ട് ഒരു കുട്ടിയെന്ന് വിചാരിക്കുക, അമ്മയുടെ കണ്ട് പിടുത്തപ്പെട്ട കുട്ടിയാണെന്ന് വിചാരിക്കുക. എന്താണ് സംഭവിക്കണത്? ആ കുട്ടിക്ക് അമ്മയെ കണ്ടു കഴിയുമ്പോഴാണ് സമാധാനം കിട്ടണത്. ബാക്കി എത്ര പേര് ആശ്വസിപ്പിച്ചാലും ആ കൊച്ചിന് മനസ്സിൽ സമാധാനം ഉണ്ടാവില്ല സ്വന്തം അമ്മയെ കാണുന്നോടം വരെ.
എന്ന് പറഞ്ഞതുപോലെ കുറെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടെന്ന് വിചാരിച്ച് സമാധാനം ഉണ്ടെന്ന് വിചാരിക്കരുത്. നീ യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടുന്നവരെയും യേശു ക്രിസ്തുവിനെ സമാധാനം സ്വീകരിക്കുന്നവരെയും നിനക്ക് സമാധാനം ഉണ്ടാവുകയില്ല. അതുകൊണ്ട് വചനം നമ്മളെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്ന ഒരു സംഗതിയുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായത്തിന്റെ 27-ാം തിരുലിഖിതം, ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു, ലോകം നൽകുന്നത് പോലെ അല്ല ഞാൻ നൽകുന്നത്. ലോകം നൽകുന്ന സമാധാനം അല്ല നൽകണത്. യേശു പറയാണ്, ഞാൻ എൻ്റെ സമാധാനം നിനക്ക് തന്നിട്ട് പോകുന്നു. അത് ലോകം നൽകുന്ന പോലെ അല്ല. കാരണം ലോകം നൽകുന്ന സമാധാനം ഒന്നെല്ലാം ക്ഷണികമാണ്, അതൊന്നും നിലനിൽക്കുകയില്ല. എന്നാൽ യേശു ക്രിസ്തു നൽകുന്ന സമാധാനത്തിന്റെ പ്രത്യേകത എന്താ? വചനം പഠിപ്പിക്കുകയാണ്, അത് ആരും എടുത്തു കളയല്ല. അത് നിങ്ങൾ ആരും എടുത്തു കളയല്ല. അതുകൊണ്ട് നീ ക്രിസ്തുവിലാണ് സമാധാനം കണ്ടെത്തേണ്ടത്. അതുകൊണ്ടാണ് കൊലോസ്സോസ് ലേഖനത്തിൽ 3-ാമത്തെ അധ്യായത്തിന്റെ 15-ാം തിരുലിഖിതത്തിൽ വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നത്, ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയത്തെ ഭരിക്കട്ടെ. ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയത്തെ ഭരിക്കട്ടെ. പറയാ ഹല്ലേലൂയ. ഈ ഹൃദയത്തെ ഭരിക്കേണ്ടത് ക്രിസ്തുവിന്റെ സമാധാനമാണ്. പലതരത്തിലുള്ള വ്യഗ്രതകളും പലതരത്തിലുള്ള പാപങ്ങളും പലതരത്തിലുള്ള ഇഷ്ടങ്ങളും പലതരത്തിലുള്ള വിനോദങ്ങളും അല്ല നമ്മുടെ ഹൃദയത്തെ ഭരിക്കേണ്ടത്. ഇതൊന്നും സമാധാനം തരികയില്ല. അതുകൊണ്ടാണ് യെസക്കേൽ പ്രവചനത്തിൽ 13-ാമത്തെ അധ്യായത്തിന്റെ 10-ാമത്തെ തിരുലിഖിതത്തിൽ അതുകൊണ്ടാണ് വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നത്, സമാധാനമില്ലാതിരിക്കെ സമാധാനം എന്ന് ഉദ്ഘോഷിച്ച് അവർ ജനത്തെ വഴിതെറ്റിച്ച്. നേതൃത്വം നൽകുന്നതിന് വ്യക്തിയാണെന്നെങ്കിൽ അസമാധാനത്തിരിക്കുന്ന വ്യക്തിയോട് താൽക്കാലിക മുട്ടുശാന്തിയുടെ ഉപദേശം അല്ല കൊടുക്കേണ്ടത്, യേശു ക്രിസ്തു ആകുന്ന സമാധാനം കൊടുക്കണം. സഹോദരങ്ങളെ, നമ്മളൊരു ഓഫീസിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ, ഒരു ജോലി സ്ഥലത്ത് ജോലി ചെയ്യുമ്പോൾ, ഒരു വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ എത്രയോ പേര് നമ്മളോട് പല കാര്യങ്ങളും എന്ന് പറയുന്നുണ്ട്. നമ്മൾ മുട്ടുശാന്തി ഉപദേശങ്ങളെല്ലാം കൊടുത്തു, എന്നാൽ എന്നേക്കും നിലനിൽക്കുന്ന ക്രിസ്തു എന്ന സമാധാനം കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടോ? ലൂക്കായുടെ സുവിശേഷം 10-ാമത്തെ അധ്യായത്തിൽ അതുകൊണ്ടല്ലേ യേശു ക്രിസ്തു ഇങ്ങനെ പറഞ്ഞത്, നിങ്ങളുടെ വീട്ടിൽ ചെല്ലുമ്പോൾ ആ വീടിന് ആദ്യമേ സമാധാനം ആശംസിക്കണം, നിങ്ങൾ സമാധാനം എടുത്ത് കൊടുക്കണം. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇന്ന് ഒരുപാട് തരത്തിലുള്ള അസ്വസ്ഥതകൾ ചുറ്റും നടപടാൻ കാരണം എന്താ പറയുക? കുടുംബത്തിലെ അസ്വസ്ഥത, പലതരത്തിലുള്ള അസ്വസ്ഥതകള്. കാരണം എന്താ? ക്രിസ്തുവിന്റെ സമാധാനം ഇല്ലാത്തത് കൊണ്ടാണ് അസ്വസ്ഥതകൾ നടമാറിക്കൊണ്ടിരിക്കുന്നത്. ക്രിസ്തുവിന്റെ സമാധാനം ഇല്ലാത്തത് കൊണ്ടാണ് അസ്വസ്ഥതകളെല്ലാം നടമാറിക്കൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങളെ, ഇനി ഈ ക്രിസ്തുവിന്റെ സമാധാനം അല്ലെങ്കിൽ ഈ ദൈവത്തിന്റെ സമാധാനം നമ്മുടെ കൂടെ ഉണ്ടാകാൻ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഈ ക്രിസ്തുവിന്റെ സമാധാനം നമ്മുടെ കൂടെ ഉണ്ടാകാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അതിനെക്കുറിച്ച് നമുക്ക് വെളിപ്പെടുത്തൽ കിട്ടുന്നത് ഫിലിപ്പി ലേഖനത്തിൽ 4-ാമത്തെ അധ്യായത്തിന്റെ 9-ാം തിരുലിഖിതത്തിലാണ്. എന്നിൽ നിന്ന് പഠിച്ചതും സ്വീകരിച്ചതും കേട്ടതും എന്നിൽ കണ്ടതും നിങ്ങൾ ചെയ്യുവിൻ, അപ്പോൾ സമാധാനത്തിന്റെ ദൈവം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. ഹല്ലേലൂയ. വചനം പഠിപ്പിക്കുകയാണ്, നിങ്ങൾ എന്നിൽ നിന്ന് പഠിച്ചത്, സ്വീകരിച്ചത്, കണ്ടത്, കേട്ടത് അത് നിങ്ങൾ ചെയ്യുവിൻ, അപ്പോൾ നിങ്ങൾക്ക് സമാധാനം ഉണ്ടായിരിക്കും. എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു ഈ ലോകത്തിൽ നമ്മൾ സമാധാനത്തിലും സ്വസ്ഥതയിലും ജീവിക്കുന്നതിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടിട്ടുണ്ട്. അതാണ് സുവിശേഷകന്മാർ മത്തായി, മർക്കോസ്, ലൂക്ക, യോഹന്നാൻ സുവിശേഷകന്മാർ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. ഈ കാര്യങ്ങൾ നീ കണ്ടു കേട്ട് പഠിച്ച് മറിഞ്ഞ് മനസ്സിലാക്കണം. അത് ചെയ്യുമ്പോഴാണ് ഹൃദയത്തിൽ സമാധാനം ലഭിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കർത്താവ് നൽകിയിരിക്കുന്ന ഓരോ വചനങ്ങളും അനുസരിക്കുമ്പോഴാണ് ഹൃദയത്തിൽ സമാധാനം വ്യാപരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിൻ്റെ വചനങ്ങളെല്ലാം അനുസരിക്കുന്ന വ്യക്തിയുടെ ഹൃദയത്തിനാണ് സമാധാനം ഉണ്ടാകുന്നത്. അതിനെക്കുറിച്ച് യേശയ്യാ പ്രവാചകൻ കുറച്ചുകൂടെ വ്യക്തമായ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. യേശയ്യാ പ്രവചനത്തിൽ 48-ാമത്തെ അധ്യായത്തിന്റെ 18-ാം തിരുലിഖിതം, യേശയ്യാ 48:18, അവിടെ വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നു, എൻ്റെ കൽപ്പനകൾ അനുസരിച്ചിരുന്നെങ്കിൽ നിന്റെ സമാധാനം നദി പോലെ ഒഴുകുമായിരുന്നു. നീ എൻ്റെ വചനങ്ങൾ അനുസരിച്ചായിരുന്നെങ്കിൽ എൻ്റെ സമാധാനം, ഞാൻ തരുന്ന സമാധാനം, ആരും എടുത്ത് കളയാത്ത സമാധാനം, അത് നദി പോലെ ഒഴുകുമായിരുന്നാണ് വചനം പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. ഇത് ശരിയാണ് സഹോദരങ്ങളെ. ഈ സോളമൻ രാജാവ് ദൈവത്തിൻ്റെ വചനങ്ങളും ദൈവത്തിൻ്റെ കൽപ്പനകളും എല്ലാം അനുസരിച്ച് നല്ല ക്ലിയറായി ജീവിച്ച കാലഘട്ടത്തിൽ സംഭവിച്ച കാര്യത്തെക്കുറിച്ച് പ്രഭാഷക പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 47-ാമത്തെ അധ്യായത്തിന്റെ 13-ാം തിരുലിഖിതം,
സോളമന്റെ ഭരണകാല സമാധാനപൂർണമായിരുന്നു. ദൈവം അവന് എല്ലായിടത്തും സമാധാനം നൽകി. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഈ സമാധാനം എന്ന് പറഞ്ഞ സംഗതി തരുന്നത് ദൈവമാണ്. സോളമന്റെ ഭരണകാലം സമാധാനപൂർണമായിരുന്നു. ഇന്ന് നിന്റെ കുടുംബം നീ ഭരിക്കുന്നുണ്ട്, കുടുംബ സമാധാനത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇടവക ഭരിക്കുന്നുണ്ട്, ഇടവക സമാധാനത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കോൺവെന്റ് സമാധാനത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓഫീസ് സമാധാനത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോളമൻ വചനം അനുസരിച്ച കാലത്ത് സമാധാനം നദി പോലെ ഒഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ എന്ന് സോളമൻ വചനം ലംഘിക്കാൻ തുടങ്ങിയോ, എന്ന് സോളമൻ കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ നിരസിക്കാൻ തുടങ്ങിയോ, അന്ന് മുതൽ അസമാധാനത്തിന്റെ ആത്മാവ് അവിടെ പ്രവേശിക്കാൻ തുടങ്ങിയ സഹോദരങ്ങളെ. അതുകൊണ്ടാണ് യേശയ്യ 48:22 കർത്താവ് അരുളി ചെയ്യുന്നു, ദുഷ്ടർക്ക് ഒരിക്കലും സമാധാനം ഉണ്ടാകുകയില്ല. ദുഷ്ടർക്ക് ഒരിക്കലും സമാധാനം ഉണ്ടാകില്ലെന്നാണ് വചനം പഠിപ്പിക്കുന്നത്. ഒരുമിച്ച് പറയാം ഹല്ലേലൂയ. ഇതിന്റെ വേറൊരു അവസ്ഥ കുറച്ചുകൂടെ വ്യക്തമായി നിങ്ങൾ ശ്രദ്ധപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. അത് നമ്മൾ കാണുന്നത് ദിനവൃത്താന്തത്തിന്റെ പുസ്തകത്തിലാണ്. ആസ എന്ന് പറയുന്ന വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയ രാജാവുണ്ട്. ആ രാജാവിനെ കുറിച്ച് പറയാണ് 2 ദിനവൃത്താന്തം 14:2. ആസ ദൈവമായ കർത്താവിന്റെ ദൃഷ്ടിയിൽ നീതിയും നന്മയും പ്രവർത്തിച്ച്, ദൈവമായ കർത്താവിന് മുമ്പിൽ നീതിയും നന്മയും പ്രവർത്തിച്ചു എന്ന് പറഞ്ഞാൽ എഴുതപ്പെട്ട ഒരു വചനം പോലും ലംഘിക്കാതെ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നു. അന്ന് എന്താ സംഭവിച്ചെന്നറിയോ? അതിന്റെ 5-ാമത്തെ വാക്യത്തിൽ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്: അതുകൊണ്ട് അവന്റെ രാജ്യത്ത് സമാധാനം നിലനിന്നു. അതുകൊണ്ട് യുദ്ധം വേണ്ടി വന്നില്ല. നോക്ക്, എഴുതപ്പെട്ട വചനങ്ങളെല്ലാം ആസ പാലിച്ചു നിന്നിരുന്നത് കൊണ്ട് അവന്റെ കാലത്ത് സമാധാനം നിലനിന്നു. യുദ്ധം വേണ്ടി വന്നില്ല. ഇന്ന് കുടുംബത്തിൽ യുദ്ധമല്ല നടക്കണത്. അപ്പനൊരു കാര്യം പറഞ്ഞാൽ നടപ്പാക്കണം, യുദ്ധം വേണം. മക്കൾ തമ്മിൽ ഒരു കാര്യം നടക്കണം, യുദ്ധം വേണം. ഒരു കാര്യത്തിന് സമാധാനമില്ല. കാരണം എന്താ? ഓരോ പ്രവൃത്തിയും ചെയ്യുമ്പോൾ എഴുതപ്പെട്ട 100 കണക്കിന് വചനം ലംഘിക്കുന്നുണ്ട് നോക്കണം. വചനം ലംഘിക്കുന്നിടത്ത് സമാധാനം ഉണ്ടാകുകയല്ല. ഒരുമിച്ച് പറയാം ഹല്ലേലൂയ. ഹൃദയം തോന്നുന്നു ഹല്ലേലൂയ. കാരണം ക്രിസ്തുവിന്റെ സമാധാനം നമ്മുടെ ഉള്ളിൽ വസിക്കണമെങ്കിൽ ക്രിസ്തു പറഞ്ഞ കാര്യങ്ങൾ അനുസരിക്കുന്നതിന് ക്രിസ്തു തന്നെ പറഞ്ഞിരിക്കുന്നത്. ഇന്ന് അനേക കുടുംബങ്ങളിൽ സമാധാനമില്ല. അവരെ അടുത്തേക്ക് വരുന്നവർക്ക് സമാധാനമില്ല, ഇടവകളിൽ സമാധാനമില്ല, ദേശങ്ങളിൽ സമാധാനമില്ല, ഓഫീസിൽ സമാധാനമില്ല. എന്നിട്ട് സമാധാനം ഇല്ലാതിരിക്കെ ഇതൊക്കെ സമാധാനം തട്ടിപ്പെട്ട് നടക്കുക. കാരണം എന്താ? ക്രിസ്തു അവിടെ വസിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ വചനങ്ങൾ വസിക്കുന്നില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൽ ഒരു സാധനം മേടിക്കുമ്പോഴും ഒരു തീരുമാനം എടുക്കുമ്പോഴും ഒരു യാത്രയ്ക്ക് പോകുമ്പോഴും എഴുതപ്പെട്ട വചനങ്ങൾ ലംഘിക്കുന്നുണ്ടെന്ന് നോക്കണം. ഒരുമിച്ച് പറയാം ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. അതുകൊണ്ട് നിന്റെ അടുത്തിലേക്ക് ആര് വന്നാലും അസമാധാനത്തിന്റെ ഒരു അവസ്ഥയിൽ ഏത് വ്യക്തി വന്നാലും നീ ആ വ്യക്തിക്ക് സമാധാനം കൊടുക്കണം എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിനെ കൊടുക്കണം, യേശുവിന്റെ വചനം കൊടുക്കണം. അവരെ കുറിച്ച് ബൈബിളിൽ കാര്യം പറയുന്നുണ്ട്. മത്തായി 5:9 സമാധാനം സ്ഥാപിക്കുന്നവൻ ഭാഗ്യവാൻ. തട്ടുമുട്ടൊക്കെ ആശ്വാസവാക്കുകൾ കൊടുത്തിട്ട് കാര്യമില്ല. സമാധാനം സ്ഥാപിക്കുന്നവൻ ഭാഗ്യവാൻ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് വിശുദ്ധ ഫ്രാൻസിസ് അസീസിക്ക് വിശുദ്ധനായത്. വിശുദ്ധ ഫ്രാൻസിസ് പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥനയുണ്ട്, എന്നെ ഒരു സമാധാനത്തിന് ഉപകരണമാക്കണമേ. എവിടെ അസമാധാനം ഉണ്ടോ അവിടേക്ക് എന്നെ അയക്കണമേ എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിനെ അവിടെ കൊടുക്കും. യേശു ക്രിസ്തുവിന്റെ വചനങ്ങൾ പാലിക്കാനുള്ള വാതിൽ തുറന്നു കൊടുക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എഴുന്നേറ്റ് നിൽക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ്. ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ സമാധാനമില്ലാതെ, നമ്മുടെ ഓഫീസുകളിൽ സമാധാനമില്ലാതെ, നമ്മുടെ ഇടവകളിൽ സമാധാനമില്ലാതെ, നമ്മുടെ ദേശത്ത് സമാധാനമില്ലാതെ പോകുന്നുണ്ടെങ്കിൽ അതിന് കാരണം എഴുതപ്പെട്ട ആയിരക്കണക്കിന് വചനങ്ങൾ ലംഘിച്ചുകൊണ്ടിരിക്കുകയാണ്. എവിടെ വചനം പാലിക്കുന്നുണ്ടോ അവിടെ സമാധാനമുണ്ട്. അവൻ്റെ കാലത്ത് സമാധാനമുണ്ട്, അവൻ്റെ ഭരണകാലത്ത് സമാധാനമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഒരു തീരുമാനം എടുക്കണം സഹോദരങ്ങളെ. നമുക്ക് എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കാം. കാര്യങ്ങൾ തുറന്നു പിടിച്ച് പ്രാർത്ഥിക്കാം. ഓ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ, ഈ കേൾക്കപ്പെട്ട മുഴുവൻ വചനങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് വ്യാപരിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. സ്വർഗം തുറന്ന വചനം പാലിച്ച് സമാധാനത്തിന് പുത്രരായ സ്വർഗരാജ്യത്തിലെത്താൻ തക്ക വിധം ദൈവകൃപയുടെ അഭിഷേകം തുറക്കണമേ. കാര്യങ്ങൾ ഉയർത്തി ആഗ്രഹിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവ ആരാധന, 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 ആരാധന. പരിശുദ്ധാത്മാവേ ആരാധന, 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 ആരാധന. യേശുവ ആരാധന, യേശുവ ആരാധന, യേശുവ ആരാധന, യേശുവേ ആരാധന. പ്രൈസ് ദി ലോർഡ്. അവൻ നമ്മുടെ സമാധാനമാണ്. ജീവജലം
തിരുവോസ്തിരൂപനായി നീ അൾത്താരയിൽ വരുമീശോ. തിരുവോസ്തിരൂപനായി നീ അൾത്താരയിൽ വരുമീശോ. വാഴ്ത്തിടാം ഞങ്ങൾ വണങ്ങിടാം, ആരാധനാഗീതം പാടിടാം. വാഴ്ത്തിടാം ഞങ്ങൾ വണങ്ങിടാം, ആരാധനാഗീതം പാടിടാം. തിരുവോസ്തിരൂപനായി നീ അൾത്താരയിൽ വരുമീശോ. തിരുവോസ്തിരൂപനായി നീ അൾത്താരയിൽ വരുമീശോ. ദിവ്യകാരുണ്യത്തിൽ സത്യമായി എഴുന്നേൽക്കുന്ന കർത്താവിൻ്റെ മുമ്പിലേക്ക് ഹൃദയത്തിൻ്റെ ആകുലതകളും വിഷമങ്ങളും ദുഃഖങ്ങളും നിരാശയും സങ്കടവും വേദനയും എല്ലാം സമർപ്പിക്കട്ടെ. ഹൃദയത്തിൻ്റെ ഭാരങ്ങൾ നീക്കി ഉന്മേഷം നൽകുന്നവൻ യേശുക്രിസ്തു മാത്രമാണ്. ഈ ലോകത്തിലുള്ള ഒന്നിനും അതിന് കഴിയുകയില്ലെന്നാണ് വചനം പഠിപ്പിക്കുന്നത്. ഹൃദയത്തിൻ്റെ ഓരോ ഭാരം ഇപ്പോൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുക. യേശുവേ, അവിടുന്ന് ഏറ്റെടുക്കുന്ന വിടുതൽ നൽകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ആരോടും പറയാതെ ഹൃദയത്തെ സൂക്ഷിച്ചിരിക്കുന്ന ഓരോ അവസ്ഥകളും ഇപ്പോൾ കർത്താവിന് സന്നിധിയിൽ തുറന്നു വയ്ക്കുക. 119 സങ്കീർത്തനത്തിൽ വചനം പഠിപ്പിക്കുന്നു, ഞാൻ എൻ്റെ അവസ്ഥ വിവരിച്ചപ്പോൾ കർത്താവ് എനിക്ക് ഉത്തരമരുളി. ഹൃദയത്തിൻ്റെ ഓരോ അവസ്ഥകളും കർത്താവിന് സന്നിധിയിൽ വിവരിച്ച് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന സമയത്ത് കർത്താവ് നമ്മളെ ആശീർവദിച്ച് വിടിവെച്ച് ആശ്വസിപ്പിക്കുന്ന സമയമാണ്. കരങ്ങൾ ഉയർത്തി എല്ലാവരും ചേർന്ന് കർത്താവിനെ ആരാധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഓ കർത്താവേ, ഇപ്പോൾ കുടുംബങ്ങൾ തകർച്ചിരിക്കുന്ന കുടുംബങ്ങൾ വിടുതൽ പ്രാപിക്കട്ടെ. രോഗികൾക്ക് ഇപ്പോൾ ആശ്വാസം ലഭിക്കട്ടെ. വേദനയുള്ളപ്പോൾ സൗഖ്യം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പൈശാചിക പീഡിക്കുന്ന വിടുതൽ പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ ദൈവമേ, ആരോടും തുറന്ന് പറയാൻ പറ്റാത്തവർ ഹൃദയത്തിന് ഭാരവുമായിരിക്കുന്ന ഓരോ കുടുംബങ്ങളും വ്യക്തികളും ദേശങ്ങളും വംശങ്ങളും ഇപ്പോൾ വിടുതൽ പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധന, 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 ആരാധന. യേശു ആരാധന, 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 ആരാധന. ആരാധനാഗീതം പാടിടാം. തിരുവോസ്തിരൂപനായി നീ അൾത്താരയിൽ വരുമീശോ.